എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വിഷുവൊക്കെ ആയിട്ട് കണിയൊക്കെ ഒരുക്കി അമ്പലത്തിൽ പോവാം. ബാക്കി വിശേഷങ്ങൾ പുറകെ കാണാം. അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റുണ്ടായിരുന്നു. 6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ട് കൈയോടെ തന്നെ പോയി കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് വിഷുവിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. എനിക്ക് അന്ന് രാവിലെ ഇങ്ങനെ തല നനച്ചൊക്കെ കുളിച്ച് കഴിയുമ്പോൾ ഭയങ്കര തുമ്മലാണ്. അതുകൊണ്ടാണ് കട്ടനൊക്കെ ഇട്ട് കുടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തത്. പിന്നെ തലേന്ന് തന്നെ വിഷുക്കണിക്കെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്നപ്പോൾ കുഞ്ഞാവേയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളോട് ഹെൽപ്പ് ചെയ്തിട്ടാണ് തലേന്ന് തന്നെ വിഷുക്കണിക്കെല്ലാം ഒരുക്കി വെച്ചത്. ഞാനും ചേട്ടനും കുഞ്ഞാവയും അയ്യപ്പായും എല്ലാം ഉണ്ടായിരുന്നു. അയ്യപ്പായ്ക്ക് പക്ഷേ ഇതൊന്നും വലിയ കാര്യമേ അല്ലായിരുന്നു. അയാളായിരുന്നു അപ്പുറത്തിരുന്ന് കളി തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ വിഷുക്കണിക്കെല്ലാം ഒരുക്കിയൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നിലവിളക്ക് മാത്രം കത്തിച്ചാൽ മതിയായിരുന്നു. പിന്നെ കുറച്ച് ചട്ടിവിളക്കുകളൂടെ കത്തിച്ച് വിഷുക്കണിക്ക് ഒരു അടിപൊളി ലുക്കൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ രാവിലെ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് പച്ചക്കറിയും പയറുവർഗ്ഗങ്ങളും ഫ്രൂട്ട്സും ഒക്കെ എല്ലാം വെച്ചപ്പോഴത്തേക്കിനും നല്ല ഹെവി ആയിട്ടൊരു കണി, നല്ല അടിപൊളി ഒരു കണിയായിട്ടൊക്കെയാണ് വന്നത്. പിന്നെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അയ്യപ്പായെയും പിന്നെ നമ്മുടെ ചേട്ടനെയൊക്കെ എടുത്ത് വിളിച്ചുകൊണ്ട് വന്ന് കണി കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയ്യപ്പായാണെങ്കിൽ കണ്ണ് തുറന്ന് കണ്ടിട്ട് പിന്നെ അതുകൂട്ട് തന്നെ കിടന്നുറങ്ങിയത്. പിന്നെ കുഞ്ഞാവയ്ക്കൊക്കെ അറിയാമല്ലോ വിഷുക്കണിയാണ്, അത് കാണണം എന്നൊക്കെ. പിന്നെ ചേട്ടനും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് നേരം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അയ്യപ്പായി നല്ല വൃത്തിക്ക് കണ്ടിട്ടില്ലല്ലോ, ഒന്നുകൂടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ വിഷുക്കണിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ആണെങ്കിലും നമ്മൾ നേരെ അമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട് റെഡിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പുറകെ ഇരിക്കുന്ന തിരുവുടയാട അത് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട് ഒരുങ്ങി ഇറങ്ങി ഞാനും ചേട്ടനും കൂടാണ് പോയത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എന്നാലും ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലെത്തി നേരെ തൊഴുതിട്ടൊക്കെ പോയി അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി. പിന്നെ നമുക്ക് പ്രസാദവും കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അമ്പലത്തിലേക്ക്. എങ്ങോട്ടേലും പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി പ്രഹസനം, അത് സാരി കൊടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് നിർബന്ധമാണ്. അങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലെല്ലാം ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കന്ന് പാലും ഒക്കെ വാങ്ങണമായിരുന്നു വീട്ടിലോട്ട്. പിന്നെ അമ്പലത്തിൽ നിന്ന് കൈനീട്ടം കിട്ടി. അത് കഴിഞ്ഞ കൊല്ലം വിഷുവിനും അതിന് മുമ്പത്തെ കൊല്ലം എനിക്കും നമുക്ക് പറ്റുന്ന കൊല്ലങ്ങളിലെല്ലാം വിഷുവിന് നമ്മളങ്ങനെ പോയി കൈനീട്ടം വാങ്ങാറുണ്ട്. അത് ഇപ്പം നല്ലൊരു, എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് കൈനീട്ടം അമ്മ അച്ഛനൊക്കെ തരും. പക്ഷേ എന്നാലും നമുക്ക് അമ്പലത്തിൽ നിന്നൂടെ കിട്ടുമ്പോൾ മനസ്സിനൊരിതാണ്. അങ്ങനെ പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി എനിക്കും ചേട്ടനും കൈനീട്ടമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കടയിലൊക്കെ കയറി പാലൊക്കെ വാങ്ങിയിട്ടാണ് തിരിച്ച് വന്നത്. പാലൊക്കെ വാങ്ങി തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ഇവിടെ അവർ രണ്ടുപേരും ഉറക്കമാണ്. അപ്പോൾ അയ്യപ്പായി തെളിയാത്തതുകൊണ്ട് തന്നെ കുഞ്ഞാവ വരുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു അവളെ നിർബന്ധിച്ചിട്ട്. പിന്നെ ആണെങ്കിലും ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും അങ്ങനെ പാലൊക്കെ വെച്ച് ചായ എല്ലാം ഇട്ടപ്പോഴത്തേക്കിനും അവരും തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അരി അടുപ്പിൽ ഇട്ടിട്ടായിരുന്നു അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കിനും വേഗമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അരിയൊക്കെ അടുപ്പിൽ ഇട്ടിട്ടായിരുന്നു പോയത്. പിന്നെ നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവിൻ്റെ കാര്യങ്ങളെല്ലാം വന്ന് നോക്കി ചായയൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഉപ്പുമാവൊക്കെ ചൂട് കാസറോളിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ തെളിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കൈയോടെ തന്നെ അയ്യപ്പ എഴുന്നേറ്റ് വിഷുക്കണിയൊക്കെ കണ്ടിട്ട് അയാളെയും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് കണികളൊക്കെ ഇളക്കി മാറ്റി വെച്ച് എന്നിട്ട് കാപ്പി കുടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എല്ലാം എടുത്ത് അതായത് രീതിക്ക് തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അടുക്കളയിലേക്ക് കൊണ്ടുപോകേണ്ട അടുക്കളയിലേക്ക്, ഫ്രൂട്ട്സുകൾ വേറെ, അങ്ങനെ എല്ലാം തരംതിരിച്ച് തന്നെ എടുത്ത് കൈയോടെ തന്നെ വെച്ച്. ഇപ്പം തന്നെ വെക്കുകയാണെങ്കിൽ എളുപ്പം കഴിയുമല്ലോ. ഈ ചില്ലറകൾ ഞാൻ അമ്പലത്തിൽ നിന്ന് കൈനീട്ടം കിട്ടിയ ചില്ലറകളാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിൽ നിന്ന് വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ചില്ലറകളോടെ കലർത്താതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളാണെങ്കിൽ അത് ഓരോന്നായിട്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആണെങ്കിൽ പിന്നെ വിളക്ക് അതൊക്കെ എടുത്ത് കൈയോടെ തന്നെ മാറ്റി വെച്ച് കൃഷ്ണൻ്റെ വിഗ്രഹം മാറ്റി വെച്ച് മയിൽപ്പീലിയും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനന്ന് താഴെ വെള്ളം മുണ്ടൊക്കെ വിരിച്ചിട്ടായിരുന്നു കണി ഒരുക്കിയത്. അപ്പോൾ ആ മുണ്ടയിലാണ് ഇച്ചിരി എണ്ണക്കറ, ചട്ടിവിളക്കിൻ്റെ എണ്ണക്കറ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ തിരിയുടയാടം ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ വിഷുവിന് ഉണ്ടാക്കിയതാണ് ഫോണിൽ നോക്കിയിട്ട്. പക്ഷേ ഞാൻ വിചാരിച്ച കൂട്ട് തന്നെ നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനതാണ് അന്നത്തെ ഉപയോഗം കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ഹാളൊക്കെ അടിച്ചു വാരി തൂത്ത് തുടച്ചിട്ടുണ്ടായിരുന്നു. കാരണം വിളക്ക് കത്തിച്ചതിൻ്റെ ആ എണ്ണമയം ആ ചട്ടിവിളക്കിൻ്റെ ടൈലിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവരെല്ലാവരും കൂടെ കാപ്പി കുടിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. ഓക്കെ, ബൈ.